ആലുവ മാർത്താണ്ഡവർമ്മ പാലത്തിന്റെ എക്സ്പാൻഷൻ ജോയിന്റ് അപകടാവസ്ഥയിൽ നിർദ്ദിഷ്ട അകലത്തിൽ നിലനിർത്തേണ്ട പാലത്തിന്റെ ജോയിന്റുകൾ കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്താത്ത നിലയിലാണ്. ദേശീയപാത അതോറിറ്റി നടപടി സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപവും വരുന്നുണ്ട്. ദേശീയപാത അതോറിറ്റിയുമായി വിഷയം ചർച്ച ചെയ്യുമെന്ന് ആലുവ MLA അൻവർ സാദത്ത് 24-നോട് പറഞ്ഞു. 24 ചാനൽ വിഷയം എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് എനിക്കത് അറിയാൻ സാധിച്ചത്. അത് ഉടൻ തന്നെ നാഷണൽ ഹൈവേ അതുമായി സംസാരിച്ച് അതെന്താണ് അതിന് പരിഹാരം എന്ന് വെച്ചാൽ പരിഹാരം കണ്ടെത്തും. അങ്ങനെ അത് അപകടമാണെങ്കിൽ അത് എത്രയും വേഗം അത് പരിഹരിക്കാൻ നാഷണൽ ഹൈവേയോട് ആവശ്യപ്പെടാൻ ഇരിക്കുന്നത്. നാഷണൽ ഹൈവേ ബന്ധപ്പെട്ട് അതിനുള്ള പരിഹാരം ഉടൻ തന്നെ കണ്ടെത്തുന്നതാണ്. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഇത് നേരത്തെ തന്നെ ശ്രദ്ധയിലേക്ക് പെടുത്തിയതാണോ? ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഇത് വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. MLAയുടെ അടക്കം ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന ഉറപ്പ് MLAയും നൽകുന്നു. ദേശീയപാത അതോറിറ്റിയുടെ നിലപാട് എന്താണ് ഇതിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ? അമൽ, ഏതായാലും ആലുവ മാർത്താണ്ഡവർമ്മ പാലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉടലെടുത്തിരിക്കുന്നതെന്ന് നമുക്കറിയാവുന്നതാണ്. എക്സ്പാൻഷൻ ജോയിന്റ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ പാലത്തിനും നിർദ്ദിഷ്ടമായിട്ടുള്ള ഒരു അകലത്തിൽ, അത് പലപ്പോഴും 25 mm തൊട്ട് 50 mm വരെയാകാം. ഓരോ പാലത്തിന്റെയും സ്വഭാവം അനുസരിച്ചാണ് ഇതിന്റെ ഒരു ദൂരമൊക്കെ കണക്കാക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ അളവുകൾ കണക്കാക്കുന്നത്. ഈ എക്സ്പാൻഷൻ ജോയിന്റുകൾ എന്ന് പറയുന്നത് പാലത്തിന്റെ നിലനിൽപ്പിന് തന്നെ അങ്ങേയറ്റം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് കൃത്യമായ അകലവുമുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എക്സ്പാൻഷൻ ജോയിന്റുകൾ ക്രമാതീതമായി ഒരു അകലം ഈ ഒരു എക്സ്പാൻഷൻ ജോയിന്റിൽ ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള ടാറും മറ്റും കാര്യങ്ങളും എല്ലാം തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇതേ തുടർന്ന് ഒരു ഗട്ടർ പോലെ, നമ്മുടെ സാധാരണ ഒരു റോഡിലുള്ള ഒരു ഗട്ടർ പോലെ പാലത്തിനുള്ളിൽ രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ വാഹനങ്ങളെല്ലാം ഇവിടെ വന്ന് സ്ലോ ചെയ്ത് പതിയെ കയറി പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ആലുവ മാർത്താണ്ഡവർമ്മ പാലത്തിലുള്ളത്. ഇത് പഴയ പാലത്തിലും പുതിയ പാലത്തിലും ഇത്തരത്തിലുള്ള വിടവുകൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ എക്സ്പാൻഷൻ ജോയിന്റുകൾ കൂടുന്നത് നാഷണൽ ഹൈവേ 47 കടന്നു പോകുന്ന ഒരു വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഇതിൽ നടപടി എടുക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റിജിത്ത്. ശരി, അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.